ഹായ് മക്കളെ, നമുക്ക് ഏഴാമത്തെ ക്വസ്റ്റിലേക്ക് കടക്കാം. ഏഴാമത്തെ ക്വസ്റ്റ്യൻ ആക്ച്വലി കണ്ടിന്യൂറ്റി ആൻഡ് ഡിഫറൻഷ്യബിലിറ്റി എന്ന ചാപ്റ്ററിലെ ക്വസ്റ്റ്യൻ ആണ്. അവിടെ നമുക്കറിയാം ലെബിനിസ് റൂൾ എന്ന ഒരു കൺസെപ്റ്റ് അടിച്ചില്ലേ, ആ കൺസെപ്റ്റുമായി ബന്ധപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ ആണ്. എന്താ ഈ ക്വസ്റ്റ്യൻ പറഞ്ഞത്? F be a real valued continuous function defined on the positive real axis where g of x ആരാ? g of x എന്ന് പറഞ്ഞാൽ ഇന്റഗ്രൽ 0 to x t f of t dt ആണ് എന്ന് പറഞ്ഞു അല്ലെ. പിന്നെ പറഞ്ഞു g of x cube ആരാ? x raised to 6 plus x raised to 7 അല്ലേ. ഇതാണ് g of x cube. ഓക്കെ, ഇത് g of x cube ആണ്. അങ്ങനെ g of x ഇതാണ് അല്ലെ. എന്റെ ചോദ്യം ഇതാണ്, g of x cube ഇതാണെങ്കിൽ എന്തായിരിക്കും g of x വരിക? g of x ശ്രദ്ധിക്കുക പറയുന്നത് ശ്രദ്ധിക്കുക. ഇതാണല്ലോ g of x cube. ഇത് g of x cube ആണെങ്കിൽ ഇവിടെ നിന്ന് എങ്ങനെ നമുക്ക് g of x ആണ്? ഇത് ഞാൻ ശ്രദ്ധിച്ചിരിക്കുക. ഇത് ഞാൻ g of x cube ഈക്വൽ ടു x raised 6 എന്ന് പറഞ്ഞാൽ x ക്യൂബിന്റെ സ്ക്വയർ അല്ലേ. x raised 7 എന്ന് പറഞ്ഞാലേ x ക്യൂബ് റേസ് ടു 7/3 അല്ലേ. അങ്ങനെ പറഞ്ഞാല് ഇനി ഞാൻ ഈ x ക്യൂബിന് പകരം x എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ ഇതെന്താ വരിക? പുട്ട് എക്സ് ഇൻസ്റ്റെഡ് ഓഫ് x ക്യൂബ് അല്ലെ. x ക്യൂബിന് പകരം ആര് കൊടുക്കുക? x കൊടുക്കുക. അപ്പൊ എന്താ വരിക? g of x ഈക്വൽ ടു ഇത് x ക്യൂബിന് പകരം x കൊടുത്താൽ x സ്ക്വയർ അല്ലേ. ഇവിടെ x ക്യൂബിന് x കൊടുത്തായി x 7/3 അല്ലേ. ഇതന്നെ മക്കളെ g of x വരിക അല്ലെ. അപ്പൊ g of x ആരാ? x സ്ക്വയർ പ്ലസ് x റേസ് ടു 7/3 ആ. അപ്പൊ ഇവിടെ ഞാൻ g of x എന്ത് കൊടുക്കുക? g of x ആരാ? x സ്ക്വയർ പ്ലസ് x റേസ് ടു 7/3 0 to x t f of t dt അല്ലെ. എടാ ശ്രദ്ധിച്ചിരിക്കണേ, ഞാൻ ഈ കാര്യങ്ങൾ ചെയ്യുന്നത് അവസാനം എനിക്ക് എന്തിലേക്കാ എത്തേണ്ടത്? സമ്മേഷൻ ഓഫ് r ഈക്വൽ 1 to 15 f of r ക്യൂബ് അല്ലേ. അപ്പൊ f of r ക്യൂബ് ആണെങ്കിൽ ആദ്യം f of x കാണണ്ടേ. f of x കണ്ടിട്ട് x വരെ r ക്യൂബ് കൊടുത്താൽ മതി അല്ലെ. സോ എന്റെ ലക്ഷ്യം എന്താണ്? f of x കാണണം അല്ലെ. ആ f of x ആണെങ്കിൽ ആ f of x ഈ ഇന്റഗ്രേഷന്റെ ഉള്ളിലുള്ളത് അല്ലെ. അപ്പൊ ഇന്റഗ്രേഷന്റെ പുറത്തേക്ക് കൊണ്ടുവന്നാലേ എനിക്ക് f of x കാണാൻ പറ്റുള്ളൂ. അപ്പൊ ഇന്റഗ്രേഷന്റെ പുറത്തേക്ക് വരാൻ ഞാൻ യൂസ് ചെയ്യുന്ന ടൂൾ എന്താ? ഡിഫറൻഷിയേഷൻ അല്ലേ. ആ രീതിയിൽ വേണം ചിന്തിക്കാൻ കേട്ടോ, വെറുതെ ചെയ്യല്ല. നിങ്ങൾ വൃത്തിയായി മനസ്സിലാക്കുക. എനിക്ക് വേണ്ടത് സമ്മേഷൻ ഓഫ് f of r ക്യൂബ് ആണ് അല്ലെ. അപ്പൊ f of r ക്യൂബ് വേണമെങ്കിൽ f എന്ന ഫംഗ്ഷൻ ആദ്യം വേണം. പക്ഷെ f എന്ന ഫംഗ്ഷൻ കിടക്കുന്നത് ഇന്റഗ്രേഷന്റെ ഉള്ളിലാണ്. ആ ഇന്റഗ്രേഷൻ ഉള്ളിൽ നിന്ന് പുറത്തേക്ക് കൊണ്ടുവരാമെങ്കിൽ അവിടെ ഡിഫറൻഷിയേഷൻ അപ്ലൈ ചെയ്യണം അല്ലെ. അപ്പൊ ഞാൻ രണ്ട് ഭാഗത്തും ഡിഫറൻഷിയേഷൻ അപ്ലൈ ആണ്. അപ്പൊ ഡിഫറൻഷിയേഷൻ അപ്ലൈ ചെയ്യുമ്പോഴേ ഇതാ ശ്രദ്ധിക്കുക, x സ്ക്വയറും ഡെറിവേറ്റീവ് എന്താ? 2x. x raised 7/3 ഡെറിവേറ്റീവ് എന്താ? 7/3 into x raised to nx raised to n minus 1 അല്ലേ. അപ്പൊ 7/3 into x raised 7/3 minus 1 എന്താ? 4/3 അല്ലെ. സോ ഇവിടെ ഡിഫറൻഷിയേഷൻ അപ്ലൈ ചെയ്യാം. സോ d by dx into ഇന്റഗ്രൽ 0 to x t f of t dt ആണ് വരിക അല്ലെ. അങ്ങനെയെങ്കിൽ ഇതെന്താ? 2x പ്ലസ് 7/3 x raised to 4/3. എടാ ഡിഫറൻഷിയേഷനും ഇന്റഗ്രേഷനും ഒരുമിച്ച് വന്നാൽ അവിടെ എന്ത് അപ്ലൈ ചെയ്യാം? ലെബിനിസ് റൂൾ അപ്ലൈ ചെയ്യണം അല്ലെ. എന്താ ലെബിനിസ് റൂൾ എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ വേരിയബിളിന് പകരം ആദ്യം അപ്പർ ലിമിറ്റ് കൊടുക്കാലോ അല്ലെ. ഇവിടെ വേരിയബിൾ ആ t into f of t അല്ലെ. അതിന് വരെ ആരെ കൊടുക്കുക? x കൊടുക്കുക. അപ്പൊ എന്താ? t into f of t എന്താവും? x into f of x into ഡെറിവേറ്റീവ് അപ്പർ ലിമിറ്റ് അല്ലേ. വാട്ട് ഈസ് ഡെറിവേറ്റീവ് ഓഫ് x? 1 അല്ലെ. അതായത് ആദ്യം വേരിയബിളിന് പകരം ലോവർ ലിമിറ്റ് ആദ്യം വേരിയബിളിന് പകരം അപ്പർ ലിമിറ്റ് കൊടുക്കുക ഇൻറ്റു ഡെറിവേറ്റീവ് അപ്പർ ലിമിറ്റ് അല്ലെ. മൈനസ് ഓഫ് വേരിയബിളിന് പകരം ലോവർ ലിമിറ്റ് കൊടുക്കുക ഇൻറ്റു ഡെറിവേറ്റീവ് ലോവർ ലിമിറ്റാ അല്ലെ. പക്ഷെ ലോവർ ലിമിറ്റ് ഇവിടെ കൊടുക്കേണ്ട ആവശ്യമില്ല. എന്തുകൊണ്ട് ആവശ്യമില്ല? ഇവിടെ ലോവർ ലിമിറ്റ് 0 അല്ലേ. ആ 0 കൊടുക്കുമ്പോഴേ അത് 0 കൊടുക്കുമ്പോൾ ഓട്ടോമാറ്റിക് 0 ആയി പോകും. അല്ലെങ്കിൽ ഡെറിവേറ്റീവ് 0 അല്ലേ, 0 ആയി പോയിക്കണം. അപ്പൊ ഇത്ര കഴിഞ്ഞ പരിപാടി അല്ലെ. അങ്ങനെയെങ്കിലേ ഇവിടെ f of x എന്നിട്ട് ഇതല്ലേ x f of x അല്ലെ. അങ്ങനെയെങ്കിൽ ഇവിടെ f of x എന്ന് പറഞ്ഞ ആരാടാ? f of x ഡിവൈഡ് ചെയ്താ പോലെ എന്താ വരിക? ഈ x ഡിവൈഡ് ചെയ്യുക. അപ്പൊ എന്താ? 2x by x 2 പ്ലസ് 7/3 x raised to 4/3. ഈ x ഇങ്ങോട്ടും ഡിവൈഡ് ചെയ്യുക ഇങ്ങോട്ടും ഡിവൈഡ് ചെയ്യുക. അപ്പൊ x raised to 4/3 by x ആവൂലേ അല്ലെ. വാട്ട് ഈസ് x raised to 4/3 by x? അവിടെ x raised to n by x raised to m x raised to n minus m അല്ലേ. അപ്പൊ ഇത് x raised to 4/3 minus 1 ആവൂലേ. അത് x raised to 1/3 വരിക. അപ്പൊ എന്താ? x raised to ഇതാണ് f of x അല്ലെ. അപ്പൊ നമുക്ക് ആവശ്യമുള്ള f of x കിട്ടി അല്ലെ. ഇനി നമുക്ക് വേണ്ടത് എന്താ? ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ വേണ്ടി f of r ക്യൂബ് അല്ലെ. അപ്പൊ f of r ക്യൂബ് ആണെങ്കിൽ അവിടെ x പകരം r ക്യൂബ് കൊടുത്താൽ പോരെ അല്ലെ. അപ്പൊ ഇവിടെ x പകരം എന്ത് കൊടുക്കുക? r ക്യൂബ് കൊടുക്കുക. അപ്പൊ എന്താ വരിക? 2 പ്ലസ് 7/3 അവിടെ x പകരം r ക്യൂബ് കൊടുത്താലേ ഇത് r ക്യൂബ് റേസ് ടു 1/3 ആവൂലേ. അപ്പൊ 3 പോയി ബാക്കി എന്താ ഉണ്ടാവുക? വെറും 6 ഉണ്ടാവുക അല്ലെ. അപ്പൊ f of r ക്യൂബ് എന്ത് കിട്ടി മക്കളെ? f of r ക്യൂബ് എന്താ?
2 + 7/3r അല്ലെ 2 + 7/3r ആണെന്ത് f(r³). ഓക്കെ, അങ്ങനെയെങ്കിൽ നമുക്കാണ് സമ്മേഷൻ ഓഫ് f(r³) അല്ലേ അല്ലെ. വാട്ട് ഇസ് ദാറ്റ്? സമ്മേഷൻ ഓഫ് 2 + 7/3r അല്ലെ. വാട്ട് ഇസ് സമ്മേഷൻ ഓഫ് 2? സമ്മേഷൻ 2 എന്ന് പറഞ്ഞാൽ 2 + 2 + 2 + 2 + n ടൈംസ് അല്ലേ. അപ്പൊ 2n അല്ലേ വരിക. സമ്മേഷൻ 1n, അപ്പൊ സമ്മേഷൻ 2n അല്ലേ. then +7/3 into what is summation of r? നമുക്ക് എല്ലാവർക്കും ആ സമ്മേഷൻ ഓഫ് r എന്താ? n × n + 1/2 അല്ലേ. സമ്മേഷൻ ഓഫ് r എന്ന് പറഞ്ഞാൽ ആദ്യം r ന് 1 കൊടുക്കുക, പിന്നെ 2 കൊടുക്കുക. സോ 1 + 2 + 3 + എക്സെട്ര ആവില്ലേ. അതാരാ? n × n + 1/2 അല്ലേ. സോ n × n + 1/2. അതിന് ക്വസ്റ്റ്യൻ n എന്താ പറയുന്നത്? അവിടെ എവിടെ മുതൽ എവിടെ വരിക? n 15 വരെ അല്ലേ. അപ്പൊ n ആരാ? 15 ആണ്. അപ്പൊ n 15 കൊടുത്തു തരിക 2n 2 × 15 പ്ലസ് ഇത് 7/6 ആവില്ലേ. ഇതെന്താ? n ഇൻറ്റു, സോ 15 × n + 1 16 അല്ലേ. കട്ട് ചെയ്യുക, 3 വെച്ച് കണ്ടത് 2 ആയി, ഇത് 5 ആയില്ലേ. 2ഉം 16 പോയി ബാക്കി 8 അല്ലേ വരിക. അപ്പൊ 30 പ്ലസ് ഇത് 8 40 4 28 280 അല്ലേ. സോ 280 + 30 310 അല്ലേ വരിക. സോ ആൻസർ ഈസ് 310. ഓപ്ഷൻ 4 ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. എക്സാമിന് അഗൈൻ ഒരുപാട് പ്രാവശ്യം ചോദിച്ച ടൈപ്പ് തന്നെയാണ്. ഓക്കെ, സോ വൃത്തിയായിട്ട് ചെയ്ത് പഠിക്കുക. ഓക്കെ, താങ്ക് യു.